കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം പൂർണ്ണമായും പുറത്തു വന്നു. മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടലും കിഴിക്കലുമായിട്ട് ഇപ്പോഴും കണക്കുകളിൽ കിടന്ന് കളിക്കുകയാണ്. എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ വിജയമാണ്. 50 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റിൻ്റെ കുറവാണ് BJPക്കുള്ളത്. എന്നാലും BJPക്ക് ഭരിക്കാൻ കഴിയും, BJPയുടെ മേയർ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പൊതുവെ കേരളം മുഴുവനായിട്ടും കണക്കെടുത്ത് നോക്കിയാൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള നഗരസഭകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ബ്ലോക്ക്, ജില്ലാ, ഗ്രാമ പഞ്ചായത്തുകളുടെയും ഒക്കെ ഫലം മുന്നിൽ നിരത്തി വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, BJPക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. എല്ലാ മേഖലയിലും BJP കടന്നു കയറിയിരിക്കുന്നു. അത് ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയും മുനിസിപ്പാലിറ്റി മുതൽ കോർപ്പറേഷൻ വരെയും BJPക്ക് കൈയെത്തി പിടിക്കാവുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ പോലും പല പഞ്ചായത്തുകളിലും CPMനെ വെട്ടി പ്രധാന പ്രതിപക്ഷമായി തീരാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചെറിയ കാര്യമല്ല. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് കേരളത്തിൽ അലയടിച്ചിരുന്ന ഒരു പ്രചാരണമുണ്ട്, ക്രിസ്ത്യൻ വോട്ട് BJPയിലേക്ക് ഒഴുകും എന്നാണ്. ആ പ്രചാരണം സത്യമാണോ കള്ളമാണോ, അല്ലെങ്കിൽ അത് ശരിയായോ അത് തെറ്റിപ്പോയോ എന്ന് വിലയിരുത്തേണ്ട ഒരു സമയമാണിത്. നമുക്ക് മുനമ്പത്ത് നിന്ന് തുടങ്ങാം. മുനമ്പം നമുക്കെല്ലാവർക്കും അറിയാം. വഖഫിൻ്റെ പേരിൽ മുനമ്പത്തെ ആ പ്രദേശത്തെ ഒട്ടനവധി കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ്. അവരുടെ ഭൂമി അവരുടേതല്ല, അത് വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന വാദവുമായിട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നതാണ്. അതിനെതിരെ നിരവധി കേസുകൾ വിവിധ കോടതികളിലായി നടക്കുന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ നടന്ന കേസ് മുനമ്പം വഖഫ് ഭൂമിയല്ല, അത് ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ കൈവശാവകാശത്തിൽപ്പെട്ടതാണ്. അവരെ അവിടുന്ന് കുടിയിറക്കാൻ ആർക്കും കഴിയില്ല, അതിന് വകുപ്പില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിരിക്കുകയാണ് ഒരു വിഭാഗം. സംസ്ഥാന സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായിട്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആകട്ടെ ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെതിരായ, മുസ്ലിങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തവണ്ണം അശക്തരായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് സത്യത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. മിന്നുന്ന ജയമെല്ലാം കോൺഗ്രസ് നേടിയെങ്കിലും മലബാറിൽ കണക്കുകൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്ന് മലബാറിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്, മുനമ്പത്തെ ജനത സമരമുഖത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാതെ, അവരെ പിന്തുണയ്ക്കാതെ നിസ്സഹായരായി കയ്യും കെട്ടി മുനമ്പത്തെ ജനങ്ങളുടെ മുന്നിൽ നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ BJPയാണ് വളരെ ശക്തമായി മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിന്നത്. ആ കണക്ക് വെച്ച് നോക്കിയാൽ മുനമ്പം BJP പിടിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ തവണ 1 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഇക്കുറി 2 സീറ്റുകളാണ് അവിടെ ലഭിച്ചത്. അതിൻ്റെ അർത്ഥം ഈ മുനമ്പത്തെ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ എങ്ങോട്ടേക്കാണ് പോയത് എന്ന് വ്യക്തമാണ്. അവരിപ്പോഴും അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിനാണ് അവിടെ കൂടുതൽ സ്വാധീനം എന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഗണ്യമായ രീതിയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ കോൺഗ്രസിനാണ് വലിയ മുന്നേറ്റമുണ്ടായത്. ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു. അവിടെയെല്ലാം CPM തകർന്നു പോവുകയും BJP 2ാം സ്ഥാനത്തേക്കൊക്കെ ചിലയിടങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നൽകുന്ന സൂചന എന്താണ്? വളരെ കൃത്യമാണ്.
ക്രിസ്ത്യൻ വോട്ട് കോൺഗ്രസിന് UDFന് ആണ് പോയിരിക്കുന്നത്. അത് BJPയിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഹിന്ദുക്കൾ കാര്യമായി BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. പിന്നെ ഈ BJP ഉയർത്തിയ അവകാശവാദം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകും എന്ന അവകാശവാദം, സംസ്ഥാന നേതൃത്വത്തിൻ്റെ അവകാശവാദം വെറും പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു സ്ഥലത്താണ് അതിന് അപവാദം സംഭവിച്ചത്. അത് മറ്റെങ്ങുമല്ല, PC ജോർജിൻ്റെയും മകൻ ഷോൺ ജോർജിൻ്റെയും തട്ടകത്തിലാണ്. പൂഞ്ഞാർ അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ BJP വിജയിച്ചിട്ടുണ്ട്. അത് വ്യക്തിപരമായി PC ജോർജിനും ഷോൺ ജോർജിനും കിട്ടിയ വോട്ടാണ്, അത് BJPക്ക് കിട്ടിയ വോട്ടല്ല എന്ന് വേണം വിലയിരുത്താൻ. ഇവിടെ BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ, ഒരു കേന്ദ്രമന്ത്രി അടക്കം, ജോർജ് കുര്യൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്, അനൂപ് ആന്റണിയെ പോലെയുള്ളവർ പറഞ്ഞിരുന്നത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയും പറഞ്ഞിരുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്, അത് BJPക്ക് കിട്ടും എന്നാണ്. പക്ഷേ കണക്കുകൾ അതല്ല സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ജില്ലകളിൽ, ഞാൻ ചൂണ്ടിക്കാട്ടിയ പ്രദേശങ്ങളിൽ, തിരുവനന്തപുരത്തിൻ്റെ കടലോര വാർഡുകളിൽ ഒക്കെ BJPക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല, ഒരു വളർച്ചയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനിയും എങ്ങനെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വന്നത്, ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ ഈ സംസ്ഥാന നേതൃത്വമാണ് പറയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് വർദ്ധിച്ചിരിക്കുന്നത് കൃത്യമായിട്ടും ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്നാണ്. പ്രത്യേകിച്ചും CPMന് കിട്ടേണ്ട പിന്നാക്ക വോട്ടുകൾ, OBC വോട്ടുകൾ, പട്ടികജാതി വോട്ടുകൾ, പട്ടികവർഗ വോട്ടുകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ആവുകയും അതിൽ നല്ലൊരു ശതമാനം BJPക്ക് കിട്ടുകയും ചെയ്തു. കുറച്ച് കോൺഗ്രസിനും പോയിട്ടുണ്ട്. CPM അടി പതറിയത് അല്ലെങ്കിൽ അടിതെറ്റി വീണത് അവിടെയാണ്. അവരുടെ വോട്ട് ബേസ്, അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പിന്നാക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമാണ്. അവർ CPMനെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് കോൺഗ്രസിലേക്കല്ല പോയത്, BJPയിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് BJPക്ക് മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. ഇത് BJPയുടെ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. പാർലമെന്ററി രംഗത്ത് നിങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടും, നിങ്ങൾ തിരസ്കരിക്കപ്പെടും എന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായിട്ട് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ BJPക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ BJPക്ക് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങൾ BJPക്ക് പിന്നിൽ അണിനിരക്കും എന്ന ഒരു വ്യാമോഹം BJPക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വിശ്വാസം, അവരുടെ രാഷ്ട്രീയമായ പിന്തുണ BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഛത്തീസ്ഗഡിലടക്കം BJP സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. മതപരിവർത്തനത്തെ എതിർത്ത അല്ലെങ്കിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം നേരിട്ട് 2 കന്യാസ്ത്രീകൾ ഒരു കേസിൽ പെട്ടത് നമുക്കറിയാം. അവിടെ ഓടിയെത്തി ആ കേസിൽ ഇടപെടുകയും അവരെ മോചിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തത് BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരാണ്. നിങ്ങൾ അതൊക്കെ ചെയ്തിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് സൂചിപ്പിക്കുന്നത്. BJP ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ക്രിസ്ത്യൻ വിശ്വാസികളുടെ, ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ തങ്ങളുടെ പ്രവർത്തന ശൈലി
മാറ്റുമെന്നും നമുക്ക് കരുതാം. പക്ഷേ അതിനപ്പുറത്തേക്ക് BJPക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പിന്തുണ ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങളെ ഇന്ന് കാണുന്ന തിളക്കമാർന്ന ഈ മുന്നേറ്റം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്, ഇന്ന് കാണുന്ന ഈ നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവരുടെ പിന്തുണ കൊണ്ടാണ്. ആ പിന്തുണ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനുള്ള ശ്രമം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പരിപൂർണമായിട്ടും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു ഹൈന്ദവ ഐക്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് BJPക്ക് അനുകൂലമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വരുംകാല തിരഞ്ഞെടുപ്പുകളെ BJP നേരിടാൻ. വരും ദിവസങ്ങളിൽ BJPയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ കണക്കുകൾ ലഭ്യമാകട്ടെ. കണക്കുകൾ വരാനുണ്ട്. ഏതാണ്ട് 18% BJPയുടെ വോട്ട് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പല മാധ്യമങ്ങളും തെറ്റായ കണക്കുകൾ കൊടുക്കുന്നു. 16% എന്നും 15% എന്നും ഒക്കെ പറഞ്ഞ് തെറ്റായ കണക്കുകൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് BJP നേതൃത്വം വളരെ കൃത്യമായ ഒരു വിശകലനം നടത്തി BJP എത്ര ശതമാനം വോട്ട് സമാഹരിച്ചു എന്ന് ഒരു പത്രസമ്മേളനം തന്നെ നടത്തി കണക്കുകൾ പുറത്തുവിടേണ്ടതാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും BJP തങ്ങളുടെ അടിത്തറ, തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ആ അടിത്തറ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നത് CPMനും ഇടതുപക്ഷത്തിനുമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്കത് ദർശിക്കാനാകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരയ്ക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇതൊരു വഴിത്തിരിവാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.